നാട്ടിലെ 85 കോടി രൂപയ്ക്ക് ദുബായിൽ ഇങ്ങനത്തെ ഒരു വില്ല സ്വന്താക്കിയ മലയാളി ആക്ടർ ആരാ നിങ്ങൾക്ക് അറിയോ? അത് ആരാന്നുള്ളത് ഈ വീഡിയോന്റെ ആശയം ഞാൻ പറഞ്ഞില്ല. നമുക്ക് ഏതായാലും ആദ്യം ഈ വില്ല ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. വരും. ഇതായിരിക്കും അവർക്ക് അവരുടെ ഫാമിലിക്കും കിട്ടാൻ പോകുന്ന വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ. അവർക്ക് ഇവിടെ 2 ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. അവർ വൺസ് പുറത്തേക്ക് വന്നാലേ അവർക്ക് കിട്ടാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഫ് കോഴ്സ് വ്യൂ ആണ്. തൊട്ടടുത്ത് തന്നെ അവരുടെ ഫാമിലിക്ക് കളിക്കാനും കുളിക്കാനും പറ്റിയ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളും ഉണ്ട്. 2 ഫ്ലോറുള്ള ഈ ഒരു വില്ലയിൽ നമുക്ക് സ്റ്റേഴ്സും അവൈലബിൾ ആണ്, അതേപോലെ തന്നെ നമുക്ക് ലിഫ്റ്റും അവൈലബിൾ ആണ്. ബേസ്മെന്റിൽ അവർക്ക് വേണ്ടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹോം തിയേറ്റർ ഉണ്ട്. അതേപോലെ തന്നെ ഏകദേശം 10ഓളം കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ സ്പേഷ്യസ് ആയിട്ടുള്ള ഗരാജ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഒരു ജിമ്മും നമ്മൾ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വില്ലയിൽ നമുക്ക് ഏകദേശം 7ഓളം ബെഡ്റൂം വരുന്നുണ്ട്. നമുക്ക് ഓരോ ബെഡ്റൂം പോയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഈ ഒരു ബെഡ്റൂമാണ് ഈ വില്ലയിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അത് എന്താണെന്നുള്ളത് വൺസ് നിങ്ങൾ ബാൽക്കണിയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ഗോൾഫ് കോഴ്സ് വ്യൂ കിട്ടുന്ന ഒരു ടെറസ് ഏരിയ ഉണ്ട്. നമുക്ക് ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം പ്ലേസ് ആണ്. അപ്പോൾ 7 ബെഡ്റൂം വരുന്ന ഈ ഒരു ലക്ഷറിയസ് വില്ലയുടെ പ്രൈസ് വരുന്നത് 85 കോടി രൂപയാണ്. അപ്പോൾ ഇതിന്റെ പകുതി പൈസക്ക് നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു വില്ല സ്വന്താക്കാൻ പറ്റും, നിങ്ങൾ ഓഫ്ലൈനിൽ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സോ ഈ ഒരു വില്ല വാങ്ങിയ മലയാളി ആക്ടർ ആരാന്ന് നിങ്ങൾക്ക് അറിയോ? അറിയുന്നവരുണ്ടെങ്കിൽ ഇവിടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. എല്ലാത്തവർക്കും വേണ്ടി ഞാൻ ചെറിയൊരു ഹിന്റ് തരാം.